ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മയക്കത്തിനിടയിൽ ശ്യാമ എന്തൊക്കെയോ പറയുന്നത് കേട്ട് അമൃതയെടുത്തി ശ്യാമയ്ക്കരികിലേക്ക് എത്തി. ശ്യാമ, മോളെ അങ്ങോട്ട് പോകരുത്, അവര് മോളെ ചതിക്കും, മോളെ അവരെ വിശ്വസിക്കരുത് എന്നൊക്കെ ശ്യാമ ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. മോള് മുകളിലത്തെ നിലയിലേക്ക് പോകണ്ട, അവിടെ അവരുണ്ട് എന്നൊക്കെ ശ്യാമ പറയുന്നത് കേട്ട് അരികിലേക്ക് വന്ന അമൃത ശ്യാമയ്ക്ക് വല്ല പനിയോ മറ്റോ ഉണ്ടോ എന്നറിയാനായി നെറ്റിയിൽ കൈവച്ച് നോക്കി. പെട്ടെന്ന് ആരോ തന്നെ തൊട്ടുവെന്ന് മനസ്സിലാക്കിയതോടെ കണ്ണു തുറന്ന് ശ്യാമ നോക്കിയതും അരികിൽ നിൽക്കുന്ന അമൃതയെടുത്തിയെ കണ്ട ഉടനെ ശ്യാമ ചോദിച്ചു, എന്താ എടുത്തി, എന്തു പറ്റി? അപ്പോഴേക്കും അമൃത പറഞ്ഞു, ഏയ് ഒന്നുമില്ല, ഞാൻ ശ്യാമ ഉറങ്ങിയോ എന്ന് വന്ന് നോക്കിയതാ എന്ന് പറഞ്ഞു. എന്താ, ഞാൻ ഉറക്കത്തിനിടെ എന്തെങ്കിലും പറഞ്ഞു എടുത്തി എന്ന് ചോദിച്ചതും, ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് അമൃതയെടുത്തി കളവ് പറഞ്ഞു. എന്നാ ശരി, ഉറങ്ങിക്കോ എന്ന് പറഞ്ഞതും അമൃതയെടുത്തി ശ്യാമയോട് മയങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് അമൃതയെടുത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. ശ്യാമ ആകെ വിഷമത്തോടെ മോളെക്കുറിച്ച് തന്നെ ആലോചിച്ചിരുന്നു. രാധികയ്ക്ക് ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ, രാധികയ്ക്കുണ്ടാകുന്ന ആപത്തുകളെക്കുറിച്ചൊക്കെ ആലോചിച്ച് വിഷമത്തോടെ ഭഗവാനോട് എൻ്റെ മോൾക്കൊരാപത്തും വരുത്തരുതേ എന്ന് ശ്യാമ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ശ്യാമ പൂജാമുറിയിലേക്ക് എത്തി. ഭഗവാന് മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ട് ശ്യാമ പറഞ്ഞു, ഈശ്വര, ഞാൻ ചെയ്യുന്നത് ശരിയാണോ? വരുണിനോട് എൻ്റെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നത്? ഇങ്ങനെയൊരു അടുപ്പം വരുണിനോട് എനിക്കൊരിക്കലും തോന്നാൻ പാടില്ലാത്തതാണ്. പലപ്പോഴും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും അത് തന്നെയാണ്. ഒരിക്കലും വരുണിനെ അങ്ങനെയൊന്നും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും വരുണിനോട് അങ്ങനെയൊരു താല്പര്യവും ഒരു സ്നേഹവും മനസ്സിലുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഭഗവാനെ? എന്തുകൊണ്ടാണ് എനിക്ക് ആ സ്നേഹം വേണ്ടെന്ന് വയ്ക്കാനാകാത്തത് എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് വിഷമത്തോടെ രാധിക ഭഗവാനോട് മറുപടി ചോദിച്ചു നിൽക്കുമ്പോൾ അവിടെ പൂജാമുറിയിലേക്ക് മുത്തശ്ശി എത്തി. രാധിക ഭഗവാന് മുന്നിൽ ആശങ്കയോടെ പറയുന്ന രാധികയുടെ സംശയങ്ങളും വിഷമങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് നിന്ന മുത്തശ്ശി ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഈശ്വര, രാധികയുടെ മനസ്സിൽ മുഴുവൻ എൻ്റെ വരുണിനോടുള്ള സ്നേഹമാണ്. അവനോടുള്ള ആ സ്നേഹം മോൾക്ക് തുറന്നു പറയാൻ കഴിയുന്നില്ല. ഭഗവാനെ, അവരുടെ ആ സ്നേഹം, പരസ്പര സ്നേഹം, അത് സത്യമായി തീരുവാൻ ഭഗവാൻ നല്ലൊരു മറുപടി എൻ്റെ മോൾക്ക് നൽകണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുത്തശ്ശി അങ്ങനെ നിന്ന് കഴിയുമ്പോൾ രാധിക പ്രാർത്ഥിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കിയതും മുത്തശ്ശിയെ കണ്ടു. മുത്തശ്ശി മുത്തശ്ശി എപ്പോഴെത്തി എന്ന് ചോദിച്ചപ്പോൾ ആ വന്നതേ ഉള്ളൂ എന്നും ഇനി മോളുടെ മനസ്സിലുള്ള സംശയത്തിന് ഒരു മറുപടി മുത്തശ്ശി പറഞ്ഞു തരാം. മോള് മനസ്സിലിപ്പോൾ വല്ലാത്തൊരു ആശങ്കയിലാണെന്നറിയാം. അതിനെല്ലാത്തിനുമുള്ള ഉത്തരം ഈ നിൽക്കുന്ന ഭഗവാൻ തന്നെ മോൾക്ക് പറഞ്ഞു തരും. ഈ ലോകത്തെ ഏറ്റവും സത്യസന്ധവും നമുക്ക് മറുപടി കിട്ടുന്നതുമായ ഒരേ ഒരിടം ഈ ഭഗവാന്റെ മുന്നിലാണ്. ഒരിക്കലും നമ്മളെ ചതിക്കാത്ത, നമുക്ക് നേർവഴി മാത്രം കാട്ടിത്തരുന്ന ഈ ഈശ്വരൻ മോൾക്ക് വ്യക്തമായ ഒരു വഴി കാണിച്ചു തരും. മോളുടെ ആശങ്കകൾ ഭഗവാൻ തന്നെ ദൂരീകരിച്ചു തരും എന്ന് പറഞ്ഞ് ഭഗവാൻ കാണിച്ചു തരുന്ന ആ ചിത്രമാണ് സത്യമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നു. ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ മോളുടെ മുന്നിൽ ആ ചിത്രം കാണിച്ചു തരുമെന്നും അതാണ് സത്യമെന്നും മുത്തശ്ശി പറഞ്ഞതോർത്ത് രാധിക ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഈശ്വര, എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നാലോചിച്ച് രാധിക മനസ്സിൽ അങ്ങനെ പ്രാർത്ഥനയോടെ കണ്ണടച്ച് പ്രാർത്ഥിച്ചതും രാധികയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് വരുൺ തന്നെ ചേർത്ത് നിർത്തിയ ഓരോ നിമിഷങ്ങളുമായിരുന്നു. വരുൺ തൻ്റെ അരികിലേക്ക് വന്നതും തന്നെ ചേർത്ത് പിടിച്ച് വരുൺ പറഞ്ഞ വാക്കുകളും വരുൺ തന്നോട് സ്നേഹത്തോടെ പറഞ്ഞതുമൊക്കെ ആ നിമിഷം രാധികയുടെ മുന്നിൽ തെളിഞ്ഞു. തന്നെ പലപ്പോഴായി വരുൺ ചേർത്ത് പിടിച്ചതും ഒരു ഭാര്യയോടെന്ന പോലെ തന്നെ സ്നേഹിച്ചതും എല്ലാ കരുതലും നൽകി തൻ്റെ കൂടെ ചേർത്ത് നിർത്തിയതുമായിട്ടുള്ള നിമിഷങ്ങൾ ഓരോന്നും രാധിക ഓർമ്മിച്ചു. അതിൽ നിന്ന് രാധിക പെട്ടെന്ന് ചിന്തിച്ചു, മുത്തശ്ശി പറഞ്ഞത് ഭഗവാൻ എന്താണോ കാണിച്ചു തരുന്നത് അതാണ് സത്യമെന്നും അതായിരിക്കും മോള് ചെയ്യേണ്ടതെന്നും അതാണ് ശാശ്വതമായിട്ടുള്ളത് എന്നും. അതോർത്തുകൊണ്ട് രാധിക താൻ വരുണിനെ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല എന്ന ധാരണ രാധികയുടെ മനസ്സിലേക്ക് എത്തുന്നു. അതിനുശേഷം പൂജാമുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ രാധിക അവിടെ ഗാർഡൻ അരികിലേക്ക് എത്തി. അവിടെ പ്രാർത്ഥനയോടെ രാധിക നിന്നു. എന്നിട്ട് ആ തുളസിയുടെ അരികിലേക്ക് എത്തി തുളസിയോട് രാധിക ചോദിച്ചു, തുളസി ചെടി, നിനക്ക് ഭഗവാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളല്ലേ നീ? എൻ്റെ ചോദ്യത്തിന് നീയെങ്കിലും എനിക്ക് മറുപടി തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചുകൊണ്ട് രാധിക തുളസിയോട് പറഞ്ഞു,
ഞാൻ എൻ്റെ ഇഷ്ടം വരുണിനോട് തുറന്നു പറയട്ടെ. എൻ്റെ മനസ്സിലുള്ള ആ സ്നേഹം, ആ ഇഷ്ടം ഞാൻ വരുണിനോട് പറയട്ടെ എന്ന് രാധിക ചോദിക്കുമ്പോൾ അങ്ങനെ വരുണിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തയ്യാറായി. അതിനുള്ള മനസ്സുമായി രാധികയാണ് നിൽക്കുന്ന നിമിഷം പെട്ടെന്ന് അപ്പുറത്തു നിന്ന് ചേച്ചി എന്നൊരു കുഞ്ഞിൻ്റെ വിളി കേട്ടു. രാധിക എന്തോ എന്ന് വിളിച്ച് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് ആ കൊച്ചുകുട്ടി അന്ന് ക്ഷേത്രക്കുളത്തിനരികിൽ അവിടെ ക്ഷേത്രക്കുളത്തിൽ വിടർന്നു നിൽക്കുന്ന ആ താമരപ്പൂക്കൾ നോക്കിയിട്ട് അത് പറിച്ചുകൊണ്ട് നിൽക്കുന്ന തൻ്റെ മൂത്ത ആളോട്, തൻ്റെ ചേച്ചിയോട് ആ കൊച്ചു പെൺകുഞ്ഞ് പറയുകയാണ്, ചേച്ചി ചേച്ചി എനിക്ക് ആ പൂ കൂടി പറിച്ചതാ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് പറയുന്ന അനുസരിച്ച് ചേച്ചി ആ കുളത്തിൽ നിന്ന് ഓരോ താമരപ്പൂക്കളും പറിച്ചെടുക്കുന്നു. അതിനുശേഷം ദാ ദാ പ്രിയങ്കമോളെ എന്ന് പറഞ്ഞ് ആ പൂക്കൾ ആ പെൺകുട്ടിയുടെ നേരെ, ആ കുഞ്ഞിന് നേരെ നീട്ടി. ആ കുഞ്ഞ് അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടും ആ കുട്ടിയുടെ മുഖം തെളിയാത്തത് കൊണ്ട് ചേച്ചി ചോദിച്ചു, എന്തു പറ്റി? എൻ്റെ പ്രിയങ്കമോളുടെ മുഖത്തിന് ആകെ ഒരു വാട്ടം, എന്തു പറ്റി എന്ന് ചോദിച്ചു. അപ്പോഴാണ് പ്രിയങ്ക പറഞ്ഞത്, ചേച്ചി ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ആ പൂ കൂടി തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചേച്ചി തൻ്റെ കയ്യിലിരുന്ന അടുത്ത പൂവും പ്രിയങ്ക മോൾക്ക് നൽകി. എന്നിട്ടും പ്രിയങ്ക മോളുടെ മുഖം തെളിയുന്നില്ല. വീണ്ടും പ്രിയങ്ക മോള് ചോദിച്ചു, വീണ്ടും ചേച്ചി ചോദിച്ചു, എന്തു പറ്റി മോളെ? എന്താ മോള് സങ്കടപ്പെട്ടിരിക്കുന്നത്? ചേച്ചി ഇത് തന്നിട്ട് മോളുടെ മുഖം എന്താ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചതും വീണ്ടും പറഞ്ഞു, പ്രിയങ്ക മോൾക്ക് ഇതാ ആ പൂ കൂടി വേണം, അതുകൂടി തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവസാനം ഒരെണ്ണം മാത്രം കയ്യിൽ അവശേഷിപ്പിച്ചിരുന്ന രാധിക ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന ആ പൂവ് കൂടി കുഞ്ഞിന് നൽകി. പ്രിയങ്കമോൾ അത് വാങ്ങിച്ചിട്ട് ചോദിച്ചു, ചേച്ചിക്ക് എന്ത് കിട്ടിയാലും അത് പ്രിയങ്കമോൾക്ക് തരുമോ? ചേച്ചിക്ക് പ്രിയങ്കമോളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആ കുട്ടി പറഞ്ഞു, പിന്നെ ചേച്ചിക്ക് പ്രിയങ്കമോളെ ഒത്തിരി ഇഷ്ടമാണല്ലോ, അതെന്താ അങ്ങനെ മോള് ചോദിച്ചത് എന്ന് ചോദിച്ചതും വീണ്ടും പ്രിയങ്ക ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ചേച്ചിക്ക് എന്ത് കിട്ടിയാലും എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അതിനെന്താ, ചേച്ചിക്ക് എന്ത് കിട്ടിയാലും അത് ചേച്ചി മോൾക്ക് തന്നിരിക്കും എന്ന് ചേച്ചി അന്ന് പ്രിയങ്കയ്ക്ക് വാക്ക് കൊടുക്കുന്നു. അത് കേട്ടതും പ്രിയങ്ക ചോദിച്ചു, സത്യമാണോ? അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ തൊട്ട് സത്യം ചെയ്യേ എന്ന് പറയുമ്പോൾ, ശരി, ഭഗവാൻ ശ്രീകൃഷ്ണനാണെങ്കിൽ സത്യം, എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ ചേച്ചിക്ക് കിട്ടുന്നത് എന്തും അതെൻ്റെ പ്രിയങ്ക മോൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് രാധിക പ്രിയങ്കയുടെ കയ്യിൽ സത്യം ചെയ്തു കൊടുത്തു. ആ ഒരു ഓർമ്മ പെട്ടെന്ന് രാധികയുടെ മനസ്സിലേക്ക് എത്തി. കുഞ്ഞുനാളിൽ താനും അനുജത്തിയായിരുന്ന പ്രിയങ്കയും തമ്മിൽ ഒന്നിച്ച് പോയി ക്ഷേത്രകുളത്തിൽ നിന്ന് താമരപ്പൂ പറിച്ചെടുത്തപ്പോൾ അന്ന് തന്നോട് ചോദിച്ച ചോദ്യത്തിന് താൻ ചെയ്തു കൊടുത്ത ആ സത്യത്തെക്കുറിച്ച് രാധിക ഓർമ്മിച്ചു. ശരിയാണ്, ആ സത്യം പാലിക്കപ്പെടണം, ഒരിക്കലും അത് തെറ്റിക്കാൻ പാടില്ല. ഭഗവാനെ മുൻനിർത്തിയാണ് അന്ന് ഞാൻ സത്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും വരുണുമായി യാതൊരു ബന്ധവും പാടില്ല, വരുണിനോട് ഇത് പറയാനും പാടില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ അതെല്ലാം ഓർത്തുകൊണ്ട് വിഷമത്തോടെ രാധിക അങ്ങനെ നിൽക്കുമ്പോഴാണ് രാധികയുടെ ആശങ്കയോടുള്ള നിൽപ്പ് കണ്ട് വാതിക്കൽ വന്ന് വരുൺ നോക്കി നിൽക്കുന്നത്. രാധികയെ തന്നെ വരുൺ നോക്കി നിൽക്കുന്നത് അവിടേക്ക് എത്തിയ മുത്തശ്ശി കണ്ടു. എന്താടാ മോനെ, എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, മുത്തശ്ശി, ഞാൻ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുകയാണ്. പണ്ടൊക്കെ സംഭവിക്കാറുള്ളത് പോലെ എവിടേക്കെങ്കിലും പോയാലോ? അത് കേട്ടതും മുത്തശ്ശി ചോദിച്ചു, എന്താടാ മോനെ, നിനക്കെന്താ പറ്റിയത്? പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചന വരാൻ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, കണ്ടില്ലേ മുത്തശ്ശി, ഞാൻ കാരണം അയാൾ എന്തൊരാശയക്കുഴപ്പത്തിലാണ്. അയാൾ ഇത്രത്തോളം ചിന്തിച്ചിരിക്കാൻ തന്നെ കാരണം ഞാനല്ലേ. അയാളുടെ ഈ സങ്കടങ്ങൾക്കും ഈ ആശങ്കകൾക്കും ആലോചനയ്ക്കുമെല്ലാം കാരണം ഞാനല്ലേ എന്ന് വിഷമത്തോടെ ചോദിക്കുകയാണ്. അത് കേട്ടതും ഉടൻ തന്നെ എത്രയും വേഗം ഇതെല്ലാം പരിഹരിക്കപ്പെടുമെന്നുള്ള ചിന്താഗതിയിൽ എല്ലാ കാര്യങ്ങളും വേഗം തന്നെ നടപ്പിലാക്കാമെന്നുള്ള ആഗ്രഹത്തോടെ ഓരോന്നും ചെയ്യുന്നത് കണ്ട് ഇനി കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാം സൗമ്യമായി പെട്ടെന്ന് തന്നെ എല്ലാം അവസാനിപ്പിക്കാമെന്നുമാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇനി ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല മുത്തശ്ശി എന്ന് പറഞ്ഞു. അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, എടാ മോനെ വരുണേ, നീ എന്താ ആലോചിച്ചിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കും, രാധിക മോളുടെ മനസ്സിൽ നിറയെ നിന്നോടുള്ള സ്നേഹമാണ്. അത് കേട്ടതും വരുൺ പറഞ്ഞു,
അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി. അയാൾക്ക് എന്നോട് അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ല. അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, എടാ അതൊക്കെ നിന്റെ വെറും തോന്നലാണ്. അവളുടെ മനസ്സിൽ മുഴുവൻ നീ മാത്രമാണെന്നും നിന്നോടുള്ള സ്നേഹം മാത്രമാണ് അവളുടെ മനസ്സിലുള്ളതെന്നും നിന്നെ മാത്രമേ അവൾക്ക് സ്നേഹിക്കാൻ കഴിയൂ എന്നുമൊക്കെ ഞാൻ നിന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. അങ്ങനെ ഞാൻ നിന്നോട് പറയുന്നതിനല്ലേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചതും വരൻ പറഞ്ഞു, അല്ല മുത്തശ്ശി, അങ്ങനെയൊക്കെ ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാനും അത് അങ്ങനെ മുത്തശ്ശി പറയുന്നതൊക്കെ കേൾക്കാനും കാത്തിരിക്കുന്നത്? അതൊക്കെ എനിക്കറിയാവല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ മുത്തശ്ശി പറഞ്ഞു, എടാ ഞാൻ പറഞ്ഞത് കേൾക്കടാ. ആൺകുട്ടികൾക്ക് എത്രയോ ആളുകളുടെ മുന്നിൽ വെച്ച് വേണമെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് വിളിച്ചു പറയാം. അത് ആരുടെ മുന്നിൽ വെച്ച് വേണമെങ്കിലും അങ്ങനെ വിളിച്ചു പറയാൻ കഴിയും. എന്നാൽ ഒരു പെണ്ണിന് അതിന് സാധിക്കില്ല. ഒരു പെണ്ണിന് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാനുമാവില്ല. അതാണ് ഒരു പെണ്ണിൻ്റെ ജീവിതം. അവൾ കുഞ്ഞുനാൾ മുതൽ വളർന്നു വന്ന സാഹചര്യവും അതിനെ ഒരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരിക്കലും അവൾ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സാഹചര്യം അവളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോലും അനുവദിക്കില്ല. അവളെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കാൻ നീ ശ്രമിക്കണം. അവളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൂടി നീ തിരിച്ചറിയണം. അതുകൊണ്ട് അവളുടെ മനസ്സ് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം നീ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവൾ ആ മനസ്സിലുള്ളതെല്ലാം നിന്നോട് തുറന്നു പറഞ്ഞിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം നീ ഉണ്ടാക്കാൻ നോക്കുമോനെ എന്ന് വരുണിനോട് മുത്തശ്ശി പറഞ്ഞു. അത് കേട്ടതും വരുൺ കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. എന്നിട്ട് അവിടെ തനിച്ചേക്കുന്ന രാധികയ്ക്കരികിലേക്ക് വരുൺ ചെന്നു. രാധികയെ എന്ന് വിളിച്ചതും വരുണിന്റെ വിളി കേട്ട് പെട്ടെന്ന് പിന്തിരിഞ്ഞ് രാധിക നോക്കി. എന്താ എന്താ വേണ്ടത് എന്ന് വരുണിനോട് രാധിക ചോദിച്ചതും വരുൺ പറഞ്ഞു, രാധിക ഇപ്പൊ ഇവിടെ ആരുമില്ല, താൻ പറ, എന്നോട് പറയാനുള്ളത് എന്താണെങ്കിലും താൻ പറയടോ എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു, എനിക്കൊന്നും വരുണിനോട് പറയാനില്ല, പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോൾ വരുൺ പറഞ്ഞു, എടോ തന്നോട് ഞാൻ പലപ്പോഴായി ചോദിക്കുന്നു, അതിനൊരു മറുപടി എനിക്ക് വേണം എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് വരുണിനോടൊന്നും പറയാനില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്ന് ചോദിച്ച് രാധിക അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ വരുൺ രാധികയുടെ കയ്യിൽ കടന്നു പിടിച്ചു. രാധിക, തന്നെ ഞാൻ പോകാൻ സമ്മതിക്കില്ല. കുറേ ദിവസമായി എനിക്കൊരു തീരുമാനം അറിയണം എന്ന് പറഞ്ഞ് രാധികയോട് വരുൺ പറഞ്ഞു, തന്നെ കൊണ്ടത് പറയിക്കാൻ എനിക്കറിയാം, അതുകൊണ്ട് താൻ വന്നേ എന്ന് പറഞ്ഞു. ഉടനെ രാധിക ചോദിച്ചു, എങ്ങോട്ട് വരാനാ എന്ന് പറഞ്ഞതും ഞാൻ പോവാന്ന് പറഞ്ഞ് രാധിക പോകാനൊരുങ്ങുമ്പോൾ വരുൺ രാധികയെ പിടിച്ചു നിർത്തി. തന്നെ ഞാൻ അങ്ങനെ വിടില്ല എന്ന് പറഞ്ഞ് രാധികയെ ബലമായി വരുൺ രാധികയുടെ കയ്യിൽ കടന്നു പിടിക്കുമ്പോൾ പ്രിയങ്കയും കൽപ്പനയും വാതിക്കലേക്ക് എത്തുന്നു. അവര് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് വരുൺ രാധികയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. താനിങ്ങി വാടോ എന്ന് പറഞ്ഞ് ബലമായ രാധികയെ കാറിനകത്തേക്ക് വരുൺ കൊണ്ടുചെന്ന് കയറ്റി. വരുൺ കാറിലേക്ക് രാധികയെ പിടിച്ചു കയറ്റിയതും അതിനുശേഷം വരുൺ വേഗം കാർ എടുത്തുകൊണ്ട് പോന്നു. ഈ കാഴ്ച കണ്ടതോടെ പ്രിയങ്ക കൽപ്പനയോട് ചോദിച്ചു, അല്ല ഈ വരുൺ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, അല്ല അവരിത് എങ്ങോട്ടാ പോയത് എന്ന് കൽപ്പനയോട് പ്രിയങ്ക ചോദിച്ചു. ഇത് കേട്ടതും കൽപ്പന പറഞ്ഞു, ആർക്കറിയാം, നമുക്കതറിയില്ലല്ലോ എന്ന് പറഞ്ഞതും ഉടനെ പ്രിയങ്ക പറഞ്ഞു, അല്ല അവരിത് എങ്ങോട്ടാ പോയത്? അപ്പോഴാണ് കൽപ്പന പറഞ്ഞത്, അവരെങ്ങോട്ടാ പോയതെന്ന് അറിയണമെങ്കിൽ നമ്മൾ അവരെ ഫോളോ ചെയ്യണം, വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് പ്രിയങ്കയും കൽപ്പനയും വേഗം മറ്റൊരു കാറെടുത്ത് വരുണിന്റെയും രാധികയുടെയും പിന്നാലെ പുറപ്പെട്ടു. ഈ കാഴ്ച മുത്തശ്ശി അവിടെ നിന്ന് കണ്ടു. മുത്തശ്ശി പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായിട്ടുള്ള മനസ്സിൽ തട്ടിയുള്ള സ്നേഹമാണെങ്കിൽ പോലും അത് അവരെ ഒന്നിപ്പിക്കാനായിട്ട് ഈശ്വരൻ ഇനിയും അവരോട് കാത്തിരിക്കാനാ പറയുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശി പ്രാർത്ഥനയോടെ വരുണിനെയും രാധികയും പിന്തുടർന്ന് പോകുന്ന പ്രിയങ്കയുടെയും കൽപ്പനയുടെയും സ്വഭാവം അറിയാവുന്നത് കൊണ്ട് ആശങ്കയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് കാറിൽ പോകുന്ന രാധിക വരുണിനോട് ചോദിച്ചത്, വരുൺ എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നത്, വണ്ടി നിർത്ത്, എനിക്കിറങ്ങണം. അപ്പോഴും വരുൺ പറഞ്ഞു, ഇല്ല, ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്താതെ ഈ വണ്ടി നിർത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ രാധിക പറഞ്ഞു, ഈ യാത്ര കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകാൻ പോകുന്നെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. നമുക്ക് ചിലപ്പോൾ പരസ്പരം ഇനി കാണാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല എന്ന് രാധിക സങ്കടപ്പെട്ടുകൊണ്ട് വരുണിനോട് പറയുമ്പോൾ വരുൺ പറഞ്ഞു, ഇതുകൊണ്ട് പ്രശ്നമല്ല ഉണ്ടാകാൻ പോകുന്നത്, ഇതോടെ പ്രശ്നങ്ങൾ ഇല്ലാതാകാൻ പോവാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്കല്ല, നമ്മളെ പിരിക്കാൻ ശ്രമിക്കുന്നവർക്കാണ് ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് വരുൺ അറിയിച്ചു. ഇത് കേട്ടതും രാധിക പറഞ്ഞു, വരുൺ വണ്ടി നിർത്തുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഡോറ് തുറന്നെടുത്ത് ചാടും. അത് കേട്ടതും വരുൺ പറഞ്ഞു, ഇല്ല, തനിക്ക് അങ്ങനെ ചെയ്യാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ രാധിക പറഞ്ഞു, വരുൺ
വണ്ടി നിർത്താനാ പറഞ്ഞത്. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഞാൻ നിർത്തും. എനിക്ക് ഒരു തീരുമാനം അറിയണം. ആ തീരുമാനം അറിയാതെ ഞാൻ വണ്ടി നിർത്തില്ല. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്താതെ ഈ വണ്ടി നിർത്തില്ല എന്ന് പറഞ്ഞതും വരുണോട് രാധിക ചോദിച്ചു, എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? എന്ത് തീരുമാനമാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന് ചോദിച്ച് രാധിക ബഹളം വെച്ചു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ വണ്ടി എവിടേക്കെങ്കിലും കൊണ്ടുവന്ന് ഇടിപ്പിക്കാവോ? അതോടെ തീരുവല്ലോ എല്ലാ പ്രശ്നവും. ഞാനങ്ങ് തീരട്ടെ എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു, അതിനെന്താ, അതിനും എനിക്ക് സമ്മതമാണ്. മരിക്കുകയാണെങ്കിലും ഒരുമിച്ച് മരിക്കാവല്ലോ. എനിക്കതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ അതിനു മുൻപ് തന്നെ കൊണ്ടൊരു കാര്യം ഞാൻ പറയിച്ചിരിക്കും. അതിനു വേണ്ടിയായി പോകുന്നത് എന്ന് പറഞ്ഞ് വരുൺ വണ്ടിയുമായി അങ്ങനെ പോന്നു. അപ്പോഴാണ് പ്രിയങ്ക കൽപ്പനയോട് ചോദിക്കുന്നത്, ഏട്ടത്തി അവരെ കാണുന്നില്ലല്ലോ, അവരുടെ വണ്ടി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞതും കൽപ്പന പറഞ്ഞു, അവർ ഈ വഴിക്ക് തന്നെയാ പോയിട്ടുള്ളത്. പ്രിയങ്ക, നീ ടെൻഷൻ ആവാതെ, നമുക്ക് നോക്കാം, അവരെ ഈ വഴിയിൽ വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുമ്പോൾ ഒരു വളവ് തിരിഞ്ഞതും വരുണിന്റെ കാറ് പ്രിയങ്ക കണ്ടു. ഏട്ടത്തി ദാ പോകുന്നു വരുണിന്റെ കാറ് എന്ന് പറഞ്ഞപ്പോൾ കൽപ്പന പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവർ ഈ വഴിക്കാ പോയതെന്ന്. ഉടനെ കൽപ്പനയോട് പ്രിയങ്ക പറഞ്ഞു, ഏട്ടത്തി ആ വണ്ടി കൊണ്ടുവന്ന് വരുണിന്റെ കാറിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുക ഏട്ടത്തി, എന്നിട്ട് അവരെ പിടിച്ചിറക്ക എന്ന് പറഞ്ഞു. അത് കേട്ടതും കൽപ്പന പറഞ്ഞു, ഏയ് അതല്ല പ്രിയങ്ക വേണ്ടത്, അവരെങ്ങോട്ടാ പോയതെന്ന് നമുക്ക് നോക്കാം. അവരുടെ ബന്ധം എന്താന്ന് ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവർ തമ്മിലുള്ള ബന്ധവും അവർ തമ്മിലുള്ള അടുപ്പവും എന്താണെന്നുള്ള കാര്യം ഇന്ന് ചിലപ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തൽക്കാലം അവരെ പിന്തുടർന്ന് പോവുകയാണ് നല്ലത്. അവരെവിടേക്ക് പോകുന്നു അതാണ് അവിടേക്ക് നമുക്ക് പോകാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുണിന്റെ കാറ് ഫോളോ ചെയ്യുകയാണ് കൽപ്പനയും പ്രിയങ്കയും. ഉടനെ വരുൺ ഒരു ക്ഷേത്രത്തിനടുത്തായി വണ്ടി കൊണ്ടുവന്ന് നിർത്തി. വണ്ടി വാതിക്കൽ നിർത്തിയതും രാധികയോട് വരുൺ പറഞ്ഞു, ഇറങ്ങ്, ഇങ്ങോട്ട് നടന്നു വാ എന്ന് പറഞ്ഞതും രാധിക അവിടെ തന്നെ നിന്നു. ഇല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞതും തന്നോട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് വരുൺ ബലമായി രാധികയെ പിടിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നു. ഈ സമയം പിന്നാലെ വന്ന് നിർത്തിയ കാറിൽ നിന്ന് കൽപ്പനയും പ്രിയങ്കയും ഇറങ്ങി. എന്നിട്ട് കൽപ്പന പ്രിയങ്കയോട് പറഞ്ഞു, പ്രിയങ്കേ നീ ഈ മുൻവാതിലൂടെ പോകൂ, ഞാൻ പിൻവാതിലൂടെ വരാം. അവരെ ഒരു കാരണവശാലും ഇന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. കൈയോടെ അവരെ നമുക്ക് പിടികൂടണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരുവരും വരുണിനെയും രാധികയും പിടികൂടാനായിട്ട് ഇരുവാതിലൂടെ രണ്ട് ദിശയിലായിട്ട് അവരെത്തുന്നു. ഈ സമയം അകത്തേക്ക് പോയ വരുൺ നേരെ ശ്രീകോവിലിന് മുന്നിലേക്ക് രാധികയെ കൊണ്ടുവന്ന് നിർത്തി. എടോ, ഇത് താൻ പ്രാർത്ഥിക്കുന്ന, താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രമാണ്. ഭഗവാന്റെ മുന്നിൽ വെച്ച് തന്നെ പറ, ഇവിടെ ആരും ഇല്ല താനും. അതുകൊണ്ട് താൻ പറയണം, തൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നാൽ അതെന്നോട് തുറന്ന് പറയണം. ഈ ഭഗവാന്റെ മുന്നിൽ വെച്ച് താൻ സത്യം പറയണം. താൻ എന്നെ സ്നേഹിച്ചിരുന്നില്ലേ, താൻ എന്നെ സ്നേഹിക്കുന്നില്ലേ എന്ന് വരുൺ രാധികയോട് ചോദിച്ചു. രാധിക ആകെ വിഷമത്തോടെ സങ്കടപ്പെട്ടുണങ്ങി നിൽക്കുമ്പോൾ വരുൺ രാധികയോട് സംസാരിക്കുന്നത് പ്രിയങ്ക കാണാനിടയായി. എന്താണ് അവരുടെ സംസാരം എന്ന് കേൾക്കാൻ പ്രിയങ്ക അവർ കാണാതെ അവരുടെ സംസാരം കേൾക്കാനായി അവിടേക്ക് എത്തി. എന്നിട്ട് മറഞ്ഞു നിന്ന് അവരുടെ സംസാരം കാതോർത്തു. ഉടനെ വരുൺ പറഞ്ഞു, രാധിക രാധിക ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. ഈ വിവാഹം, പ്രിയങ്കയുമായിട്ടുള്ള എൻ്റെ വിവാഹം നടക്കുന്നതിന് മുൻപ്, അതിനൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പ് നമ്മൾ പല സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയതല്ലേ, പലയിടത്ത് വെച്ച് നമ്മൾ പ്രണയിച്ചവരല്ലേ, പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുള്ളവരല്ലേ എന്ന് രാധികയോട് വരുൺ ചോദിക്കുന്നു. അത് കേട്ടതോടെ പ്രിയങ്ക ഞെട്ടി. പരസ്പരം നമ്മൾ സ്നേഹിച്ചവരായിരുന്നില്ലേ, പരസ്പരം ഇഷ്ടപ്പെട്ടവരല്ലേ നമ്മൾ, എന്നിട്ട് താൻ എന്താടോ എന്നോട് തുറന്നു പറയാത്തത്? തൻ്റെ മനസ്സിലുള്ള സ്നേഹം താൻ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നില്ലേ എന്ന് വരുൺ രാധികയോട് ചോദിക്കുന്നു. ഒന്നും മിണ്ടാതെ രാധിക നിൽക്കുമ്പോൾ വരുൺ പറഞ്ഞു, രാധിക പ്രിയങ്കയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, താനൊന്ന് മനസ്സിലാക്കണം. എടോ, തനിക്കറിയാവല്ലോ, ആള് മാറിയാണ് എൻ്റെ വീട്ടുകാർ വന്ന് വിവാഹം ഉറപ്പിച്ചത് എന്ന് അവസാന നിമിഷം വരെ എനിക്കറിയില്ലായിരുന്നു എന്ന് വരുൺ രാധികയോട് പറയുമ്പോൾ ആ സത്യം സ്വന്തം കാതുകൾ കൊണ്ട് കേൾക്കുന്ന പ്രിയങ്ക ഞെട്ടി. അന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നത് രാധികയായിരുന്നുവെന്നും രാധികയ്ക്ക് വേണ്ടിയാണ് അന്ന് വിവാഹം ആലോചിച്ചെത്തിയെന്നുള്ള സത്യം പ്രിയങ്ക നേരിട്ട് കേൾക്കുന്നു. ഉടനെ രാധിക ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വരുൺ പറഞ്ഞു, എടോ, പ്രിയങ്കയും എന്നെയും ഒന്നിപ്പിക്കാൻ എൻ്റെ വീട്ടുകാരുടെയും തൻ്റെ വീട്ടുകാരുടെയും പ്രയത്നങ്ങൾ നടക്കുമ്പോൾ അവർക്കൊപ്പം താൻ നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ താൻ എന്നെ സ്നേഹിക്കുന്നില്ലേ, എന്നെ താൻ ഇപ്പോഴും പ്രണയിക്കുന്നില്ലേ എന്ന് വരുൺ ചോദിച്ചു. രാധിക അതിനൊക്കെ മറുപടി പറയാനാകാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധിക വരുണിനോട് പറഞ്ഞു,
ദേവി ഇത് എന്നെ ഒന്ന് വെറുതെ വിടുവോ, എന്നെ പോകാൻ അനുവദിക്കുവോ എന്ന് ചോദിച്ച് രാധിക പൊട്ടിക്കരയുമ്പോൾ വരുൺ പറഞ്ഞു, ശരി, താൻ എന്നിട്ടും മറുപടി പറയാൻ തയ്യാറാകുന്നില്ല എങ്കിൽ, തന്നെ മനസ്സ് തുറക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ വേണ്ട, എല്ലാം അവസാനിക്കട്ടെ ഇതോടെ എന്ന് പറഞ്ഞ് വരുൺ ദേഷ്യത്തോടെ പിന്തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് ആ ക്ഷേത്രത്തിന്റെ വാതിക്കൽ തന്നെ, ആ ശ്രീകോവിലിന് മുന്നിലായിട്ടിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡിൽ, ആ സ്റ്റാൻഡിലിരിക്കുന്ന ചില തട്ടത്തിന്റെ കൂട്ടത്തിൽ ഒരു കത്തി അവിടെ ഇരിക്കുന്നത് കണ്ടു. വരുൺ വേഗം അതിനരികിലേക്ക് ഞാൻ നടന്നെടുത്തു. എന്താ വരുൺ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനായി, വരുൺ അവിടേക്ക് പോയത് എന്തിനാണെന്നറിയാനായി രാധികയും പ്രിയങ്കയും അവിടേക്ക് ശ്രദ്ധിച്ചു. ഉടനെ ആ തട്ടത്തിലിരുന്ന കത്തി വരുൺ കയ്യിലെടുത്തു. ഇത് കണ്ടതോടെ രാധിക വല്ലാതെ ഭയന്നു. വരുൺ ആ കത്തിയുമായി രാധികയുടെ നേരെ നോക്കുകയാണ്. ആ കത്തിയും കയ്യിൽ പിടിച്ച് വരുൺ രാധികയോട് പറയാൻ തുടങ്ങുന്നു, ഇനി തൻ്റെ ജീവിതം ഇനി ഇതോടെ അവസാനിപ്പിക്കുകയാണെന്നും, ഇനി ഞാൻ കാരണം തനിക്കൊരു ശല്യം വേണ്ട എന്ന് പറഞ്ഞ് വരുൺ ആ കടുത്ത തീരുമാനമെടുത്തുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ പോകുന്ന ആ നിമിഷം കണ്ട് രാധിക ഭയന്ന് വിറച്ച് വരുൺ അരികിലേക്ക് ഓടിയെത്താനായി ഒരുങ്ങുന്നു.